വാട്ട് ഇസ് ട്രോമ ബോണ്ടിങ്? നമ്മൾ പലപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ട്രോമ ബോണ്ടാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അല്ലേ? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രോമ ബോണ്ടിങ്, അതുപോലെ തന്നെ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മളെ അബ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പെയിനും ഡിസ്കംഫർട്ടും ഫിയറും അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ വല്ലാതെ ഡൗൺ ആക്കുന്ന ഒരാളോട് കൂടിയുള്ള നമുക്കുള്ളൊരു വളരെ ഇൻറ്റൻസ് ആൻഡ് സ്ട്രോങ് അറ്റാച്ച്മെൻറ്റെയാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലാണ് കാണാറുള്ളത്. ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിലുള്ള വ്യക്തിക്ക് തന്നെ അറിയുന്നുണ്ടാവും ഇത് അത്ര നല്ലതല്ല, ഞാൻ ഇതിൽ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇൻറ്റൻസ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് വരാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കാലയളവിൽ തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും അവർ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ട്രോമ ബോണ്ടിങ് എപ്പോഴും ഒരു സൈക്കിളിലൂടെയാണ് പോകുന്നത്. ആ സൈക്കിൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ലവ് അല്ലെങ്കിൽ സ്നേഹം വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നല്ല ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട് എന്താ പറയുക, നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? സോ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അത് നമുക്ക് ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം, മെൻ്റൽ അബ്യൂസ് ആയിരിക്കാം, ഇമോഷണലി നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. ആ ഒരു ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ ഒരു ഫേസിലായിരിക്കും നമുക്ക് തോന്നുന്നത് ഇതിനി വേണോ, ഈ റിലേഷൻഷിപ്പിൽ ഇനി ഞാൻ നിൽക്കണോ, ഇവിടുന്ന് പുറത്ത് വന്നാലോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് തോട്ട്സ് നമുക്ക് വരുന്നത്. അതിൻ്റെ ശേഷം വരുന്നൊരു ഫേസ് എന്ന് പറയുന്നത് എപ്പോളജിയാണ്. നമ്മളുടെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനി ഫിക്സ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ പ്രോമിസസ് തരികയും അത് നമ്മൾ വിശ്വസിച്ച് പിന്നെയും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു ട്രോമ ബോണ്ടിങ്ങിലുള്ള വ്യക്തിക്ക് അവർ ആ റിലേഷൻഷിപ്പിൻ്റെ ഈ സൈക്കിളിൻ്റെ ഇടയിൽ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതിനി വേണോ, വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷേ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഇവിടെ നടക്കുന്നൊരു കാര്യം എന്താണ്? റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇവിടെ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമല്ല നടക്കുന്നത് അല്ലേ, സ്നേഹമുണ്ട്, അത്ര തന്നെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പറയും നീ കുറച്ചും കൂടി ഹോൾഡ് ഓൺ ചെയ്യേ, ഇവിടെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഇനിയും കുറച്ചും കൂടി നീ ഹോൾഡ് ഓൺ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഹോപ്പ്ഫുള്ളായി നിന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വന്നാലോ, ഇനി എല്ലാം നല്ല രീതിയിലേക്ക് പോയാലോ എന്നുള്ള രീതിയിൽ നമ്മളെ ബ്രെയിൻ നമ്മളെ ട്രിക്ക് ചെയ്യും. ആ ഒരു കാരണത്താലാണ് പല വ്യക്തികളും പിന്നെയും ഒരു ടോക്സിക് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ പിന്നെയും ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ട്രോമ ബോണ്ടിങ്ങിൽ കാണുന്ന ഒരു കാര്യമാണ് ഗ്യാസ് ലൈറ്റിംഗ് ആൻഡ് മാനിപ്പുലേഷൻ. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ് നീ എന്നെ അന്ന് അടിച്ചില്ലേ, അല്ലെങ്കിൽ നീ എന്നെ അന്ന് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചില്ലേ എന്ന് പറയുമ്പം അങ്ങനെ ഒരു കാര്യം സംഭവിക്കാത്ത പോലെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക. ഞാൻ നിന്നെ അടിച്ചോ, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞോ, ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. നമ്മളുടെ മെമ്മറീനെയും നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ ഡൗട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. അതുകൂടാതെ മാനിപ്പുലേഷൻ, അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ ഡയറക്റ്റ്ലി അവർ നമ്മളടുത്ത് നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറയില്ല. ചിലപ്പോൾ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും ട്രോമ ബോണ്ടിങ്ങിൽ വളരെയധികമായിട്ട് കാണാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ്. അതായത് ഈ വ്യക്തിയെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടായിക്കോട്ടെ, വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായി പോവില്ലേ, അല്ലെങ്കിൽ ഈ വ്യക്തി എന്നെ ഇട്ടു പോവോ എന്നുള്ള ഒരുപാട് പേടി. ഇനിയിപ്പോൾ ആരും ഇല്ലാത്തതിനെക്കാട്ടും ബെറ്റർ എനിക്ക് ആരെങ്കിലും ഒരു വ്യക്തി ഉള്ളതാണ്, പെയിൻഫുൾ ആണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് നമ്മളെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത് ചിലപ്പോൾ നമ്മുടെ അൺമെറ്റ് ആയിട്ടുള്ള ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിരിക്കും. നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മളുടെ അച്ഛൻ വളരെയധികം ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം കുറച്ച് ഫിസിക്കൽ അബ്യൂസോ വെർബൽ അബ്യൂസൊക്കെ കാണിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ നമുക്കതൊരു കംഫർട്ടായിട്ട്, അത് കംഫർട്ട് ഇൻ ദ സെൻസ് അത് എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആണ് എന്നുള്ളതല്ല, നമ്മൾ അതിനോട് യൂസ്ഡ് ആണ്, ആ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് എപ്പോഴും കണ്ട് പരിചയമുള്ള ആൾക്കാരെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാനും ക്ലോസ് ആവാനും പറ്റുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വി മൈറ്റ് ഫീൽ അട്രാക്റ്റഡ് ടു ദം. അങ്ങനെ ആ ഒരു ഫേസിൽ എത്തിയിട്ട് ഇത് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ അവിടെ ഇത്രയും ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളെടുത്ത് എനിക്ക് അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കതെന്താണ്, ഒരു റിവാർഡാണ്. ഇയാളെടുത്ത് എനിക്കിത് കിട്ടിയല്ലോ. ചെറുപ്പത്തിൽ നമ്മളുടെ അച്ഛൻ നമുക്ക് തരാത്ത ഇമോഷണൽ നീഡ്സ് ഇവിടെ നിന്ന് ഫുൾഫിൽ ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ ആക്ട് ചെയ്യും. അതായത് നമുക്ക് വേണ്ട കെയർ ആൻഡ് അറ്റൻഷൻ ചെറുപ്പത്തിൽ ഒട്ടും കിട്ടാത്ത സമയത്ത് അത് വേറൊരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത്, ഈവൻ ദോ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും വി സ്റ്റിൽ ഹോൾഡ് ഓൺ ദെയർ. എന്തുകൊണ്ടാണ്? കാരണം നമുക്കിത് കിട്ടിയിട്ടില്ല,
ഒന്നുമില്ലാത്തതിനെക്കാട്ടും ഭേദം എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതാണ് എന്നുള്ളൊരു തോട്ട് കാരണം നമ്മൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ ഒരുപാട് കാലം ഒരു ട്രോമ ബോണ്ടിങ് പോലെയുള്ള റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയൊക്കെ ആയിരിക്കും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, എബ്യൂസീവ് ആയിട്ടുള്ള ആളായിരിക്കാം. സോ ഈ റിലേഷൻഷിപ്പിൻ്റെ ത്രൂ ഔട്ട് അവർ ചിലപ്പോൾ നമ്മളെ താത്തി പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നിനക്ക് എന്നെ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് എന്നെ കിട്ടിയത് തന്നെ ഭാഗ്യം, നിനക്കൊരു കഴിവുമില്ല, അങ്ങനെയുള്ള രീതിയിൽ നമ്മളെ താത്തി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്ത് പറഞ്ഞിട്ടുണ്ടാവാം. അത് നമ്മളെ ഉള്ളിൽ കിടന്ന് നമ്മളുടെ സെൽഫ് എസ്റ്റീം കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നെഗറ്റീവാണ്, ഇത് എനിക്ക് അത്ര ഹാപ്പിനെസ് തരുന്നില്ല, ഞാൻ ഇതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ റിയലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിൽ അവിടെ ഹോൾഡ് ഓൺ ചെയ്യും. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഗിൽറ്റ് ആയിരിക്കും. അതായത് ഇനി എൻ്റെ ഭാഗത്താണോ പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ, ആൾക്കാർ എന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ തെറ്റാണോ അവൻ്റെ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഗിൽറ്റ് ആൻഡ് ഷെയിം കാരണം നമ്മൾ സ്റ്റിൽ അതിൽ ഹോൾഡ് ഓൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ കൂടെ തന്നെ കോൺസ്റ്റൻ്റ്ലി നമ്മളൊരു വ്യക്തിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അവരെന്ത് ചെയ്യരുത്, അവരെ മേലേക്ക് ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് ശരിയാണോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ടും വരും. കാരണം ത്രൂ ഔട്ട് ഈ റിലേഷൻഷിപ്പ് നമ്മളെപ്പോഴും ഒരു ഇൻഫീരിയറായി നിന്ന ആളായിരിക്കാം, അവിടെ ഒരു പവർ ഇംബാലൻസ് ഉണ്ടായിരിക്കും, ആ വ്യക്തിയായിരിക്കും എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത്, അവർ ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് തോട്ട്സ് വന്നിട്ടുണ്ടാവും. സോ അങ്ങനത്തെ തോട്ട് വരുന്ന സമയത്ത് തന്നെ ഞാൻ എടുക്കുന്ന ഡിസിഷൻ ശരിയാവോ, ഇനി ഞാൻ ഇതിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റായി പോവോ, എൻ്റെ അപ്പുറത്തുള്ള വ്യക്തി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് കാരണം പിന്നെയും ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഒരു ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് പാസ്റ്റിലുണ്ടായ ഒരുപാട് ട്രോമാസും കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് ഡീൽ ചെയ്തതിന് ശേഷം മാത്രം ഒരു പുതിയ കാര്യത്തിലേക്ക് കിടക്കുക. അല്ലാത്ത പക്ഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന സെയിം ടോക്സിക് പാറ്റേൺസ് പിന്നെയും നമ്മുടെ ലൈഫിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് അങ്ങനത്തെ അൺഹെൽത്തി റിലേഷൻഷിപ്സിലേക്ക് നമ്മൾ പോകും. കാരണം മുന്നത്തെ റിലേഷൻഷിപ്പിൽ നമ്മളെപ്പോഴും ലവ് എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹേർട്ട് എന്നുള്ള വാക്ക് കൂടെയാണ് അല്ലേ. അതായത് ആ ആളെന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോളജി പറഞ്ഞ് പിന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നമ്മൾ അങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ട് ലവിനെ പെർസീവ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ഒരു പാറ്റേണിലേക്ക് ഇനി പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓവറായിട്ടൊരു വ്യക്തിയോട് അറ്റാച്ച്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു ടോക്സിക് എൻവയറമെൻറ്റിന് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ വളരെ ബെയർ മിനിമം കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ചൊരു നല്ല സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓവർ അറ്റാച്ച്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു ബൗണ്ടറി വെച്ചിട്ട് അറ്റാച്ച്മെൻറ്റിലേക്ക് പോവുക. അതായത് നമുക്കൊരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് എപ്പോഴും വേണം. അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നോ പറയുക. അതായത് നമ്മളുടെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പൊതുവേ പീപ്പിൾ പ്ലീസേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നോ പറയാൻ പറ്റാതെ ബാക്കിയുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെക്കുന്ന രീതിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ നമ്മളുടെ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് നോ പറയാനും നമ്മളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ശ്രമിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മുന്നത്തെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരുപാട് ഡിസ്റെസ്പെക്റ്റും എബ്യൂസും ഒക്കെ ടോളറേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഇനി ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു ചാൻസ് വരികയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു ഇമ്മീഡിയറ്റ് പോയിന്റിൽ തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ടോളറൻസ് ലെവൽ മുന്നത്തെ റിലേഷൻഷിപ്പിൽ കൂടിയിട്ടുണ്ടാവും, നമ്മൾ ഈ ഡിസ്റെസ്പെക്റ്റ് ഒക്കെ ടോളറേറ്റ് ചെയ്യുന്ന ലെവൽ കൂടിയിട്ടുണ്ടാവും. ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും ഇനി വരുന്ന ഫ്യൂച്ചർ റിലേഷൻഷിപ്സിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ട്രോമ ബോണ്ടിങ് പോലെയുള്ള ഒരു ടോക്സിക് എൻവയറമെൻറ്റിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്ന ആളാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവെയർ ആയിരിക്കാനാണ്. നമ്മളുടെ പാറ്റേൺസ്, നമ്മൾ എന്തൊക്കെ ടോളറേറ്റ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളതൊക്കെ അവെയർ ആവുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് നമ്മളുടെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ സപ്പോർട്ട് വെച്ച് നമ്മൾ കുറച്ചും കൂടി ഹീൽ ചെയ്യാനും ഗ്രോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഫോർ ഷുവർ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനായിട്ട് ഒപ്പം നിങ്ങൾക്ക് 24/7 അവൈലബിൾ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നൊരു ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. ഫോർ മോർ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.